നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? നമ്മുടെ ആ ഫുഡായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് യം കേരളം. നമ്മളൊരു യാത്രാക്ഷീണത്തിനൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ എത്തിയ പാടെ അവർ പറഞ്ഞത് നമുക്കതാ യം കേരളത്തിൽ പോയി ഫുഡ് കഴിക്കാനാണ്. പക്ഷെ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു എന്നായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഫുൾ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, നീ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, നിനക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന്. ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ബാംഗ്ലൂർ ട്രിപ്പ് അവസാനിക്കണേക്ക് മുന്നേ ഒരു പ്രാവശ്യം കൂടി യം കേരളത്തിൽ പോകാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. നമ്മുടെ തിരക്കിന്റെ ഇടയിൽ അതെന്തായാലും പോസിബിൾ ആയിരുന്നില്ല കേട്ടോ. അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഞാൻ പറയാം, പക്ഷെ അതിന് മുൻപ് അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് വൈബ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. അവിടെ ചെന്ന പാടെ ആ ഊഞ്ഞാലമ കയറിയിരുന്ന് വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ പുള്ളിക്കാരി. മാരാരിരിക്കുന്ന തട്ട് താണന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാതായപ്പോൾ നിർത്തിയിട്ടോ. ആദ്യം തന്നെ ഇലയിട്ടിട്ട് കറികളൊക്കെ വിളമ്പി. ചോറ് വരുന്നതിന് മുൻപ് ഒരാളുടെ കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്തോരം വേണമെങ്കിലും റീഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചോറ് വരുന്നതിന് മുൻപ് ബിരിയാണി വന്നതുകൊണ്ട് ആ ചിക്കനൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാലോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൽസ് തന്നെയായിരുന്നു. മീൽസിന് എന്നാ ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ? ഇപ്പം ഞാൻ കഴിക്കുന്നത് കപ്പ ബിരിയാണി ആട്ടോ, നമ്മുടെ കപ്പ ഇറച്ചിയും. അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ലെവലൊന്നും അറിയണമെങ്കിൽ ഇതാ ഈ കപ്പ ബിരിയാണി കഴിച്ചാൽ മതി കേട്ടോ. മീൽസ് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, കപ്പ ബിരിയാണി, പൊറോട്ട ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിന്. ലാസ്റ്റ് മീൽസ് കഴിച്ചവർക്ക് ഒരു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഒരുമാതിരി മത്ത് പിടിച്ച പോലെയായി, പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. ലാസ്റ്റായിട്ടൊരു ജ്യൂസും കൂടെ കുടിക്കാനുണ്ടായിരുന്നു. ബിന്ദു പണിക്കർ ഒരു സിനിമയിൽ പറയില്ലേ, ഇതിപ്പോൾ ഒരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നണേന്ന്. ഇത് കണക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പായസം മതിയായിരുന്നു, ഈ ജ്യൂസിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്നാലും വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും അത് ഫുള്ള് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. നമ്മളൊരു കസിൻ്റെ ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കസിൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുവാണ്. അപ്പോൾ അവളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു ഫാഷൻ ഷോ ആയിരുന്നു. ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരത്തിയുടെ റിസൾട്ട് കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ബ്ലോക്ക്, ഒടുക്കത്തെ അൺഎക്സ്പെക്റ്റഡ് ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപാടി കാണൽ മിസ്സായിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സ്ലോട്ട് ഉണ്ടായിരുന്നു. ഒരു 5 minutes ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. അവളുടെ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു തീമായിരുന്നു ആള് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വൈറ്റ് കോട്ടിട്ട് നടന്നു വന്ന ആളാണ് നമ്മുടെ ഡിസൈനർ ദിയക്കുട്ടി. അപ്പോൾ അവൾക്ക് എന്തായാലും ബെസ്റ്റ് കൺസ്ട്രക്ഷൻ ലൈൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി ഹാപ്പിയാണ്. നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച യം കേരളം റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ചെയ്താൽ കിട്ടൂട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.